സോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ബാൻഡിറ്റ് സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലെവൽ 11 to 12 ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 to 13. സോ ആ ലെവൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തു. അതായത് ക്വസ്റ്റ്യനിൽ ബാൻഡിറ്റ് ലെവൽ 12 to 13 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ ഈ സ്റ്റോർഡ് ഇൻ ദ ഫയൽ data.txt, which is a hex dump of a file that has been repeatedly compressed. For this file, it may be useful to create a directory under /dump in which you can work. Use mkdir with a hard to guess directory name, or better, use the command mktemp-d, then copy the data file using cp and rename it using mp. Okay, so നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് പേസ്റ്റ് ചെയ്യാം നമ്മുടെ പാസ്വേഡ്. നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെക്സ് ഡമ്പുള്ള ഡാറ്റ ഫയൽ അവിടെ ഉണ്ട്. നമുക്ക് എന്നാലും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫുൾ ഹെക്സ് ഡംസ് ആണ്. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ടെംപ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. നമ്മളൊരു പേര് കൊടുക്കുന്നു. ഞാനിവിടെ ബക്കി എന്ന് പറഞ്ഞ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ data.txt എന്ന് പറഞ്ഞ ഫയലിനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെംപ് ഫയലിലേക്ക് മാറ്റിയാണ്, ടെംപ് ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യാണ്. കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടെംപ് ഡയറക്ടറിയിലേക്ക് പോകാം. ഓക്കെ, ടെംപ് ഡയറക്ടറിയിൽ നമ്മുടെ ഡാറ്റ ഫയൽ വന്നിട്ടുണ്ട്. സോ ഡാറ്റ ഫയലിൻ്റെ ഇപ്പോൾ നമ്മൾ ഫയൽ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ ഫയൽ എന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആസ്കിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിന് നമ്മളിനി ബൈനറി ആയിട്ട് ഹെസ് ഡംപ് ആണ് അതിനകത്തുള്ളത്. നമ്മുടെ data.txt എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഹെസ് ഡംപ് ആണ് ഉള്ളത്. നമ്മളതിനെ ഇനി SSD -r എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആ ഹെക്സാഡമ്പിനെ നമ്മൾ കുറച്ച് കൺവേർട്ട് ചെയ്യാൻ പോവാണ് ബൈനറി ആയിട്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. -d data.txt നമ്മളൊരു പേര് കൊടുക്കുന്നു. ബാൻഡിറ്റ് 13 തന്നെ നമ്മൾ പേര് കൊടുക്കുന്നു. പേരെടുത്തു, കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇതിനകത്തേക്ക് നമ്മുടെ ബൈനറീസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ആ ഫയലിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കുന്നു. ബാൻഡിറ്റ് 13 എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഒരു gzip ആയിട്ടുള്ള ഫയലാണ്. നമുക്കപ്പം അത് അൺസിപ്പ് ചെയ്യണമല്ലോ, കംപ്രസ്ഡ് ആണ്. അപ്പം ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി ഗൈസ്, സോ നമ്മൾ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാണ്. നമ്മൾ ഫയൽ നെയിം ചേഞ്ച് ചെയ്തു. ഗൺസിപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യണം നമ്മൾ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീകംപ്രസ് ചെയ്തു. നമുക്ക് ഇപ്പം ഈ ഫയലിൻ്റെ ടൈപ്പ് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ മൾട്ടിപ്പിൾ ഡീകംപ്രസ്ഡ് ആണ്. സോ bzip2 വെച്ച് ഡീകംപ്രസ്ഡ് ഡാറ്റയാണ്. സോ നമുക്ക് bzip2 വെച്ച് തന്നെ നമുക്കൊന്നും കൂടെ കംപ്രസ്ഡ് ആണ്, ഡീകംപ്രസ് ചെയ്യാം. -d ഡാറ്റ ബാൻഡിറ്റ് 13. ഓക്കെ, അവിടെ നെയിമിന് എന്ത് വ്യത്യാസമുണ്ട്. സോ നമ്മളവിടെ ഒന്നും കൂടെ നമുക്ക് കൊടുക്കാം bzip2. ഓക്കെ, അതായിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ബാൻഡിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു, കാരണം നമ്മൾ നേരത്തെ നമ്മൾ കംപ്രസ് ചെയ്തപ്പോൾ ഫയലിൽ 13 എന്നാണ്, ഇപ്പോൾ .out എന്ന് പറഞ്ഞു തന്നു. സോ നമുക്ക് ആ ഫയൽ ടൈപ്പ് നോക്കാം. സോ വീണ്ടും gzip ആണ്. സോ നമ്മൾ അതിൻ്റെ ഒന്നും കൂടെ പേര് റിനെയിം ചെയ്യാൻ പോവാണ്. ബാൻഡിറ്റ് out.gz സിപ്പ് ആകുന്നു. ഓക്കെ, നമ്മൾ ചെറിയൊരു തെറ്റുണ്ട്.
mandit 13.out out.gz. അപ്പോൾ സിപ്പായി കിട്ടി. നമ്മളൊന്നും കൂടെ ഗൺസിപ്പ് വെച്ചിട്ട് അൺസിപ്പ് ചെയ്യാൻ പോകണത്. ഓക്കെ, നമുക്കിപ്പോൾ ഫയൽ ടൈപ്പ് നോക്കാം. ഓക്കെ, ടാർ ആർച്ചീവ് ആണ്. അപ്പോൾ സോ ടാർ ആർച്ചീവിന് നമുക്ക് അൺആർച്ചീവ് ചെയ്യാം. ഓക്കെ, സോ ആർച്ചീവ് ഫയലിൽ നമുക്ക് ഡീകംപ്രസ് ചെയ്യാനുള്ളൂ. സോ അതിപ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ആർച്ചീവ് ഫയലാണ്. അപ്പോൾ അത് ഡീകംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ഇതാണ്, കമാൻഡാണ് tar -zf അല്ല xf എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ mandit 13.out നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഡാറ്റ 5bin എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ഫയൽ വന്നിട്ടുണ്ട്. സോ ആ ഫയൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫയലിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. അത് വീണ്ടും ഒരു ടാർ ഫയലാണ്. വീണ്ടും നമ്മൾ ആ സെയിം കമാൻഡ് യൂസ് ചെയ്യുന്നു. നമുക്ക് ഇപ്പം ഡാറ്റ 6 എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് നോക്കാം ടൈപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, BZip ആണ്. അപ്പോൾ BZip നമ്മൾ നേരത്തെ യൂസ് ചെയ്ത BZip 2 -d ഡാറ്റ 6.bin എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ നെയിം കൊടുക്കാം. ഇപ്പം അതാ ഡാറ്റ 6.bin.out എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. സോ ആ ഫയലിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കാം. സോ അതൊരു ടാർ ഫയലാണ്. നമ്മൾ വീണ്ടും ഇതാക്കാൻ പോവാണ് ആർച്ചി ഫയലിന്. ഡാറ്റ 6.bin.out. സോ നമുക്കിവിടെ ഡാറ്റ 8.bin എന്ന് പറഞ്ഞൊരു ഫയൽ, പുതിയ ഫയൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, അതൊരു GZip ആയിട്ട് കംപ്രസ്ഡ് ആയിട്ടുള്ള ഫയലാണ്. അതിന് നമ്മൾ റിനെയിം ചെയ്യാൻ പോവാണ്. കാരണം നമുക്കത് ഡീകംപ്രസ് ചെയ്യാനായിട്ട് സിപ്പ് ആയിട്ടുള്ളൊരു ഫയലായിരിക്കണം. അപ്പോൾ നമ്മൾ അതിനെ റിനെയിം ചെയ്യാൻ പോകുന്നു. ഡാറ്റ ഇൻറ്റു ഡാറ്റ 8. അതായത് നമ്മളതിനെ ഗൺസിപ്പ് യൂസ് ചെയ്തിട്ട് ഡീകംപ്രസ് ചെയ്യാൻ പോവാണ്, ഓർ അൺസിപ്പ് ചെയ്യാൻ പോവാണ്. സോ അൺസിപ്പ് ചെയ്തു. നമ്മൾ ലൈക്ക് ഇപ്പോൾ ആ ഡാറ്റ ഫയലിൻ്റെ ടൈപ്പ് ഏതാ നോക്കാം. സോ ആസ്കി ഫയലാണ്. സോ നമുക്ക് ക്യാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പാസ്വേഡ് കിട്ടിയിരിക്കുന്നു. ഇത്രയുള്ള ഈ ലെവൽ മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫയലിനെ നമ്മൾ മൾട്ടിപ്ലി ഡീകംപ്രസ് ചെയ്യാം. അതാണ് ഈ ടാസ്ക്. സോ ഈ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.